OR കേളു പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇറക്കിയ ആദ്യ ഉത്തരവ് പട്ടിക വിഭാഗക്കാർക്കുള്ള ചികിത്സാ സഹായം വിതരണം ഓൺലൈനായി ഉടൻ നൽകുക എന്നതാണ്. അതിനു കിട്ടിയ കയ്യടി ചില്ലറയൊന്നുമല്ല. ഇതാ അടുത്ത ജനപ്രിയ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് OR കേളു. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് കേളുവിന്റെ ഈ താങ്ങും തലോടലും. വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇനി കൃത്യമായി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി. കേളു പറഞ്ഞാൽ അത് നടന്നിരിക്കും. അധികാരത്തിലേറിയതും വിദ്യാർത്ഥികളിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇടതുപക്ഷ സർക്കാരിനും വിദ്യാർത്ഥികളെ അകറ്റി നിർത്തി ഒന്നും ചെയ്യാനാകില്ലെന്ന് വ്യക്തമായി അറിയാം. വിദ്യാർത്ഥികളെ മികവുറ്റ സമ്മതിദായകരാക്കി മാറ്റുക എന്നത് മാതാപിതാക്കളെ പോലെ തന്നെ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. അതിനായി വേണ്ടുന്ന എന്ത് സഹായവും ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കായി ചെയ്തു നൽകും. അത് തന്നെയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കി വന്നത്. അത് തന്നെയാണ് ഇപ്പോൾ OR കേളുവും ഏറ്റെടുത്ത് തുടരുന്നതും. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് കൃത്യമായി നൽകുക എന്നതാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പട്ടികജാതി വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും റദ്ദാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരാണ് വരുമാനം പരിധിയില്ലാതെ എല്ലാവർക്കും സ്കോളർഷിപ്പ് നൽകി വന്നിരുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ 21-22 അധ്യയന വർഷം മുതൽ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിബന്ധന നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് സാങ്കേതിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തിയ കാരണം സ്കോളർഷിപ്പ് കുടിശ്ശികയായ സാഹചര്യമുണ്ടായി. ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്. 2024-25 വർഷം പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങൾക്കായി 223 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും 46 കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. കുടിശ്ശിക വിതരണത്തിനായി അധിക ധനസഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി OR കേളു പറഞ്ഞു.